ഹലോ, വെൽക്കം ടു ശ്രീലക്ഷ്മി സെൽസ്. ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസിൻ്റെ ഒരു നെക്സ്റ്റ് എപ്പിസോഡ് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം കളക്ഷൻസ് നമ്മളൊരു 3 ഡിസൈൻ പാറ്റേൺ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു ഫോയിൽ പ്രിൻ്റാണ്. പക്ഷേ നല്ല കുറച്ചും കൂടി നമുക്കൊരു തിക്കായിട്ട് വന്നിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ലീഫ് ഡിസൈനിലാണ് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 390 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇത് വന്നിട്ട് നമുക്കൊരു ബേബി ഒരു പീച്ച് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയിൽ ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ്. എപ്പോഴും നമുക്കൊരു വിചിത്ര സിൽക്ക് സാരീസിന് ഇന്നും മുമ്പും ഇനിയും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. കാരണം അത്രയ്ക്കും നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ് ഈ വിചിത്ര സിൽക്ക് എന്ന് പറയുന്ന ഫാബ്രിക്. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സ് കാണാം. നമുക്കിതിൽ ലാവൻഡർ, ഒരു ഒണിയൻ, പിന്നെ ഒരു പീച്ച് പിങ്ക്, അങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത്. ഈ 3 ഷെയ്ഡും നമ്മുടെ ഒരു പേസ്റ്റൽ ടോണിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ ഡാർക്ക് ടോൺ, അതായത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു റെഡ് മെറൂണ്, പിന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്, നല്ലൊരു പിങ്കാണ് കേട്ടോ. നല്ലൊരു മജന്ത എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു പിങ്കിഷ് ടോണാണ്. അപ്പോൾ കുറച്ചും കൂടി നമുക്കിതിൻ്റെ ബ്രൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു ഫോയിൽ പ്രിൻ്റ് എടുത്ത് കാണിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 390 മാത്രമാണ്. നമുക്കിത് ഫുള്ളായിട്ടും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ആയിട്ട് ഇല്ല. അപ്പോൾ ബ്ലൗസ് നമുക്കിതിന് റെഡിമെയ്ഡ് ബ്ലൗസസ് ഒക്കെ വെയർ ചെയ്യാം. കാരണം ഇതിൻ്റെ എക്സാക്റ്റ് കളേഴ്സും അല്ലെങ്കിൽ ലൈറ്റോ ബ്രൈറ്റോ ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഈ ഒരു സാരി ഇതേ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ നല്ല ഭംഗിയിൽ ഇതേപോലെ നമുക്ക് ഹക്കോബ ബ്ലൗസസിനോ അല്ലെങ്കിൽ നമ്മുടെ റെഡിമെയ്ഡ് വെയർ ബ്ലൗസസിനോ അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഏതെങ്കിലും 2x2 ബ്ലൗസസ് ആണെങ്കിൽ പോലും നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിലും വെയർ ചെയ്യാനാണെങ്കിലും ഈസി ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഒരു ഫാബ്രിക്കും സാരിയുമാണ്. ഇനിയിപ്പോൾ സാരി വേണ്ട, നമുക്ക് വേറൊരു ഔട്ട്ഫിറ്റിലേക്ക് മാറ്റാനാണെങ്കിലും നമുക്ക് ഈ ഒരു ഫാബ്രിക്കിനെ കൊണ്ട് പറ്റും. നമ്മളിപ്പോൾ കണ്ട ലീഫ് ഡിസൈനിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഗ്രിഡ് ഡിസൈൻ പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ബോർഡറിൽ വരുമ്പോൾ അതേ കണ്ടോ, ഈ കാണുന്ന നല്ലൊരു ബനാറസി ടൈപ്പിലാണ് ഈ ഒരു ബോർഡർ വരുന്നത്. അത് 2 സൈഡിലും ഒന്ന് വീതി കൂടിയിട്ടും ഒന്ന് വീതി കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ള് നമുക്ക് ഈ സാരി ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ബ്ലൗസ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മാച്ച് ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. 390 തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തൊരു കളറും കൂടെ കാണാം. അടുത്ത കളർ ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറ് അല്ലേ. 390 റുപ്പീസ് എന്ന് പറയുമ്പോൾ മാത്രമാണ് നമുക്കൊരു അൺബിലീവബിൾ ആയിട്ട് തോന്നുന്നത്. പക്ഷേ എക്സാക്ട്ലി 390 റുപ്പീസ് തന്നെയാണ്. നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കളർ മാത്രമൊന്നുമല്ല കേട്ടോ, ഇനിയുള്ള കളർ കാണാം. നെക്സ്റ്റ് കളർ നല്ലൊരു പീച്ചാണ് കേട്ടോ. പീച്ച് എന്ന് പറഞ്ഞാലും ചെറിയൊരു ഓറഞ്ചിലേക്ക് ഒരു ചായ്വുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഈ ഒരു കളർ നല്ല ഭംഗിയുണ്ടായിരിക്കും. 390 റുപ്പീസ് തന്നെയാണ്. സെയിം പാറ്റേൺ കളറും മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. നെക്സ്റ്റ് ഇതാ ഈ ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെക്ക് പാറ്റേണിൽ നമുക്ക് ഈ 4 കളേഴ്സും അവൈലബിൾ ആണ്. ഷോപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒരു ഓൺലൈൻ ഡെലിവറി കുറേ പേര് ചോദിക്കാറുണ്ട്. 5 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾക്ക് ഓർഡർ ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അതായത് ഡിസ്പാച്ച് ചെയ്യുന്ന സമയമല്ല, നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷമുള്ള 5 ദിവസത്തിനുള്ളിൽ, 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ വർക്കിംഗ് ഡേയ്സ് ആണ്. അതായത് ഇന്ത്യ പോസ്റ്റിൻ്റെ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത്. ഷോപ്പ് നമുക്ക് എല്ലാ ദിവസവും ഓപ്പൺ ആണ് കേട്ടോ. 9:30 മോർണിംഗ് 9:30 ടു നൈറ്റ് 9 വരെ നമുക്ക് ഷോപ്പ് ഓപ്പൺ ആണ്. നമ്മളിതൊരു ഫാമിലി ഷോപ്പാണ്. സാരീസ് മാത്രമല്ല, എല്ലാ കൈൻഡ് ഓഫ് ക്ലോത്ത്സും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സാരിയാണ് കേട്ടോ. ഇത് സാരി ആണ് എങ്കിൽ പോലും ഇപ്പം എല്ലാവർക്കും ഈ ഒരു സാരി അത്രയും കംഫർട്ടായിട്ട് തോന്നണം എന്നില്ല. കാരണം ഇത് നല്ല സീ ത്രൂ ആണ് അത്യാവശ്യം. പക്ഷെ കുറേ പേര് ഇത് സാരി ആയിട്ട് തന്നെ വെയർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് നമ്മളുടെ ഒരു ഓണം ടൈമിലൊക്കെ ഒത്തിരി പോയിരുന്ന ഒരു സാരിയാണ്. പിന്നെയും ആളുകൾ ഈ ഒരു സാരി കിട്ടുമോ എന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു സാരി അവൈലബിൾ ആയിരിക്കുന്നത്. കണ്ടോ, ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഫുള്ളായിട്ട് ഇതേപോലത്തെ ഒരു ലൈൻ ഡിസൈനാണ് വന്നേക്കണേ കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഗ്യാപ്പ് ഇട്ട് സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നേക്കാണ്.
ഇത് വിത്ത് ബ്ലൗസ് അല്ല, ഒരു റണ്ണിങ്ങിൽ ഒരു മെറ്റീരിയൽ വരുന്ന പോലെ തന്നെ സെയിം ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇത് സാരി എന്നതിനേക്കാൾ ഉപരി നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു കുർത്തി അല്ലെങ്കിൽ ഒരു ചുരിദാർ, നമുക്കൊരു എയർലൈൻ കട്ടില് അല്ലെങ്കിൽ നമുക്കൊരു അനാർക്കലി മോഡലിലൊക്കെ തയ്ക്കാനായിട്ടും ഇത് സാധിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്കേർട്ടായിട്ടും ഇതിനെ മാറ്റാം കേട്ടോ. അങ്ങനെയൊക്കെ ആ ഒരു പർപ്പസൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഫാബ്രിക് പോകുന്നത്. ഈ ഒരു ഫാബ്രിക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 275 മാത്രമാണ്, 275 രൂപ കേട്ടോ. അത്യാവശ്യം സീത്രൂ ആണ്. ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അത്രയും ക്ലിയർ ആയിട്ട് തന്നെ പറയാണ്, ഇനി ആർക്കും ഒരു സംശയത്തിനും ഇടവരരുത് എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ബ്ലാക്ക് ആണ്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ടൊമാറ്റോ റെഡ് ആണ് കേട്ടോ, പിന്നെ എന്ന് പറയുന്നത് ഒരു പീക്കോക്ക് ഗ്രീൻ ആണ്, ആൻഡ് നെക്സ്റ്റ് വൺ ഒരു വൈൻ ഷെയ്ഡ്, പിന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ. ഈ ഒരു 5 കളറാണ് ഈ ഒരു സാരി അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മൾട്ടി പേർപ്പസ് എന്നുള്ള രീതിയിലും ഈ ഫാബ്രിക്കിനെ ഉപയോഗപ്പെടുത്താം. 275 മാത്രമാണ് ഈ ഒരു സാരിയുടെ പ്രൈസ്. ഈ ഒരു സാരി നമുക്കൊരു 275 റുപ്പീസിന് കിട്ടുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ആക്കി മാറ്റാമല്ലോ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ഷിഫോൺ സാരിയാണ്. നമുക്ക് അത്യാവശ്യം നല്ല സുഖത്തിൽ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു സാരി, പെട്ടെന്ന് തന്നെ ഉടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ ആണെങ്കിലും പറയില്ലേ, ഒഴി കിടക്കുന്ന സാരി മതി, നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കട്ടിയുള്ള സാരി ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നവർക്കാണെങ്കിലും നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ഉടുക്കാനും അല്ലെങ്കിൽ ഒരു ഓഫീസ് വെയർ ഡെയിലി വർക്കിന് പോകുന്നവർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ്. ചെറിയൊരു ഡിസൈൻ ഇതിൽ സെൽഫായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു സെൽഫ് വർക്ക് ഇതിനുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു എക്വാ ബ്ലൂ, ഒരു ടർക്കിഷ് ബ്ലൂ ആ ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഇത് ഈ ഒരു ബർഗണ്ടി ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 ഷെയ്ഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആവുന്നത് കേട്ടോ. ഇത് ഷിഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉടുക്കാനൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരി തന്നെയാണ് കേട്ടോ, ഒരു സംശയം വിചാരിക്കേണ്ട. നെക്സ്റ്റ് നമുക്ക് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരിയാണ്, സെയിം കളർ എൻ്റെ കയ്യിലുണ്ട്. ഇതൊരു ഡബിൾ ഷെയ്ഡ് സാരിയാണ് കേട്ടോ. താഴെയും നമുക്ക് ഇതുപോലെ പ്ലീറ്റിലും നമുക്ക് ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, ഡബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 498 ആണ്. അത്യാവശ്യം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇതിൽ വന്നിരിക്കുന്നത് ഒരു ത്രെഡാണ് കേട്ടോ, ത്രെഡിൻ്റെ ഒരു ബുട്ടാസാണ് വന്നിരിക്കുന്നത്, ഒരു സിൽവർ കൈൻഡ് ഓഫ് ത്രെഡ് ബുട്ടാസാണ്. 498-ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ അത്യാവശ്യം നമുക്കൊരു കാഷ്വലായിട്ട് വെയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫങ്ഷനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ്. ആൻഡ് ബ്ലൗസ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കണ്ടോ ഒരു സീ ഗ്രീൻ, പിന്നെ അങ്ങോട്ട് അത് ഡാർക്കായി വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു സാരി. ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുമ്പോൾ തന്നെ നമുക്ക് സാരി, ഈ കൈൻഡ് ഓഫ് സാരീസ് എല്ലാം തന്നെ നമുക്ക് സാരി മാത്രമല്ല, നമുക്കൊരു സ്കേർട്ട്, ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ വാട്ടെവർ ഔട്ട്ഫിറ്റ് നമ്മുടെ മനസ്സിലുണ്ടോ ആ ഒരു ഔട്ട്ഫിറ്റിലേക്ക് നമുക്കിതൊക്കെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതും കൂടെ ഇങ്ങനത്തെ ഫാബ്രിക്കിൻ്റെ ഒരു ഹൈലൈറ്റാണ്. പിന്നെ നമ്മളിതിപ്പോൾ അങ്ങനെ റണ്ണിങ്ങിൽ നിന്നാണ് നമ്മൾ മുറിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു മീറ്റർ പ്രൈസ് ഒരു 75 അല്ലെങ്കിൽ ഒരു 100-നുള്ളിൽ എന്തായാലും വരും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സാരി ഒരു 498-ന് അവൈലബിൾ ആവും. ഇതിനോട് തന്നെ മാച്ച് ആവുന്ന രീതിയിലുള്ള, എന്നാൽ കുറച്ചും കൂടി ഒരു ഷെയ്ഡ് വ്യത്യാസമുണ്ട്, പക്ഷെ അത് എക്സാക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ വയ്ക്കുന്നത്. ഇതേ കണ്ടോ, ഈ ഒരു കളറും ഈ ഒരു കളറും നമുക്കിപ്പോൾ ഒരു എക്കോ ഗ്രീനും ഒരു എക്കോ ബ്ലൂവും കൂടെ, ടർക്കിഷ് ബ്ലൂ ഒക്കെ കൂടി മാച്ച് ആവുന്ന രീതിയിലുള്ള കളർ കണ്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങൾ അറിയണം, ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇതാ കണ്ടോ, പീച്ചും പിന്നെ ആ ഒരു റെഡും, മെറൂൺ റെഡും കൂടെ, ഒരു എക്സാക്ട് പീച്ച് അല്ല പക്ഷെ എന്നാലും കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പീച്ചിലേക്ക് വന്ന് പിന്നെ അത് റെഡിലേക്ക് മാറുകയാണ് കണ്ടോ, അങ്ങനെ വരും ഷെയ്ഡ്. നെക്സ്റ്റ് ഓരോ കളറും അങ്ങനെ തന്നെയാണ് കേട്ടോ, താഴെ നിന്ന് നമ്മൾ വരുന്ന കളറല്ല പിന്നെ ഇങ്ങോട്ടേക്ക് അങ്ങനെ ഒരു ഡബിൾ ത്രിബിൾ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഒരു മൾട്ടി കളറാണ്, ഒറ്റ ഒരു കളറിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 498-ൻ്റെ ഈ ഒരു സാരി കണ്ടല്ലോ, ഇങ്ങനെ ഒത്തിരി സാരീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ പോകുന്നുണ്ട്. ഡിസ്കൗണ്ട് സെയിലൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ രശ്മി സിൽക്സ് വിസിറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ. അതിലോലം ഉടലായി